ഇവിടെ ഒന്നും ആരുമില്ല, ഭാഗ്യം. പിങ്കിയെ വിളിക്കാം. ഇവളെന്ത് ഫോൺ എടുക്കാത്ത? ഹലോ പിങ്കി, ഞാൻ എത്ര നേരമായിട്ട് നിന്നെ ഫോൺ വിളിക്കണം പിങ്കി. നീ എവിടെ? ഞാൻ നിന്റെ വീടിന്റെ ഫ്രണ്ടിലുണ്ട്, നീ ഇങ്ങോട്ട് വാ. നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, പെട്ടെന്നാ പെട്ടെന്നാ. എന്താ? പിങ്കിയെ പിങ്കിയെ കാണാൻ. പിങ്കിയെ കാണാനായിട്ട് അങ്ങ് അടുത്ത് വിളിക്കട്ടെ? അടുത്തോട്ട് വിളിക്കാം. മോളെ പിങ്കി, വന്നേ പാടി. എന്താ മക്കളെ ഇത് അവിടെ ഇരുന്ന് കൈയും കാലും ഒക്കെ കാണിച്ചോണ്ടിരിക്കുന്നത്? അത് മാമന് ഇവനെ അറിഞ്ഞൂടെ? ഇല്ല. ഇല്ലേ? ഇല്ല. ഇവൻ എന്റെ കൂടെ പഠിക്കണ കണ്ണാപ്പി. അപ്പൊ കണ്ണാപ്പി എന്താ വന്നത്? പിങ്കിയെ കാണാൻ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ പൂവും മറ്റു സാധനങ്ങളൊക്കെ കൈ ഇരിക്കുന്നില്ല, എന്താ പ്രശ്നം? ഇത് നാളെ വാലൻസ് ഡേ അല്ലേ മാമ? എന്തോ വാലൻസ് ഡേ? വാലന്റൈൻസ് ഡേ. അതിന് എനിക്ക് നാളെ ജോലിയുണ്ട്. ഇത് ഇന്ന് കൊണ്ട് പിങ്കിക്ക് കൊടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. അത് ശരി. അപ്പൊ അതിനാ വന്നത് അല്ലേ പൂവ്? അയ്യോ അതെ. നീ എന്തിനാ എവിടെ നിൽക്കുന്നേ? മാമൻ വിളിച്ചിട്ട്. ആഹാ, അപ്പൊ ഒരു കാര്യം ചെയ്യും, ഓള് വയ്ക്കൂ. ശരി. മോനെ, പിന്നെ എന്ത് ഡേ എന്നാ പറഞ്ഞേ? വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? അത് മാമ ഈ പ്രണയിക്കുന്നവര് തമ്മിലെ സമ്മാനം കൈമാറുന്ന ദിവസം. സമ്മാനം കൈമാറുന്ന ദിവസമല്ലേ? അപ്പൊ ഇതിങ്ങ് തന്നേരെ, അവന്റെ കൈ തന്നേരെ, മാമൻ കൊടുത്തോളാം. അല്ല മോന്റെ കണ്ണാപ്പി മോന്റെ വീട് എവിടാന്നാ പറഞ്ഞേ? വീട് ഞാൻ എവിടെയെന്ന് പറഞ്ഞില്ലല്ലോ അമ്മ. അല്ല ഇപ്പൊ ചോദിക്കുന്നു വീട് എവിടാ? എന്റെ വീട് കുറ്റ്യാനിക്കാട്. എവിടെ? കുറ്റ്യാനിക്കാട്. കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ കാടി ഞാൻ കത്തിക്കും. മനസ്സിലായടാ? പിങ്കി, നിന്റെ മാമന്റെ ഇരിക്കണ എന്റെ ഹൃദയാണേ, ഞാൻ പോണേ. പിന്നെ ഇതിനകത്തിരിക്കുന്ന അവന്റെ ഹൃദയമല്ല, വാഴക്കൊല. വാലന്റൈൻസ് ഡേ. ഇത് ശ്രീകുട്ടിക്ക് കൊടുക്കാൻ ഒരു അവസരമായി. ഇത് കൊടുക്കാനാന്നും പറഞ്ഞുകൊണ്ട് രാത്രി അവിടെ മുറിയിലോട്ട് ചെല്ലാം. അത് പ്രശ്നമാവൂ? അതിനും മാർഗമുണ്ട്.
ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.